ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ശരിയാകുന്നില്ലെങ്കിൽ എളുപ്പത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനാകുന്ന വളരെ പ്രധാനപ്പെട്ട 4 ടിപ്സുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ അതിനുവേണ്ടി ഒരു റോഡിനെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് റോഡ്, അതോടൊപ്പം തന്നെ ചെറിയ വളവും തിരിവുള്ള ഒരു റോഡ്, ഒരു ജംഗ്ഷനിൽ നിന്നും മറ്റൊരു റോഡിലേക്ക് തിരിയുമ്പോഴുള്ള അത്തരത്തിലുള്ള റോഡുകൾ, അതോടൊപ്പം തന്നെ ചെറിയ ഇടുങ്ങിയ റോഡ്, അതായത് പോക്കറ്റ് റോഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിങ്ങൾ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റിയറിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഞാൻ അതിനു വേണ്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഇതേ വാഹനം റോഡിലേക്കൊന്ന് ഇറക്കുകയാണ്. ഓക്കെ, വാഹനം റോഡിലേക്ക് ഇറങ്ങുന്നു. റോഡിൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ട്രെയിറ്റ് റോഡിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ ഇത്തരത്തിൽ സ്റ്റിയറിംഗിൽ പിടിക്കുക. നിങ്ങൾ നോക്കുക, ഇത്തരത്തിൽ, അതായത് നിങ്ങൾ ഈ ഒരു സ്റ്റിയറിംഗിനെ ഒരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പിച്ചിട്ട് റൗണ്ട് ക്ലോക്കിൽ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ഒരു സിറ്റുവേഷനില്ലേ, ആ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റിയറിംഗിൽ കൈകൾ ഇത്തരത്തിൽ പിടിക്കുക. ഇത്തരത്തിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ആവറേജ് സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെങ്കിൽ നമുക്കിതേ ലെഫ്റ്റ് ഒന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്തരത്തിലൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. റൈറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തിരിച്ചാൽ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ നോക്കുക. ഇനി ചെറിയ വളവൊക്കെ ആണെങ്കിലോ നിങ്ങൾ നോക്കിയേ, ഇത്തരത്തിൽ നമുക്ക് തിരിക്കാം. വീണ്ടും വളവ് നേരെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നമുക്ക് അതനുസരിച്ച് സ്റ്റിയറിംഗ് നേരെയാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെറിയ സ്ട്രെയിറ്റ് റോഡിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വളവും തിരിവും ഒക്കെ വരുന്ന അവസരങ്ങളിൽ നല്ല ടേണൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് എടുത്ത് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയൊരു വളവാണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഇത്തരത്തിൽ എടുത്തെടുത്ത് തിരിക്കുക. നിങ്ങൾ നോക്കുക, ഇത്തരത്തിൽ എടുത്ത് തിരിക്കുന്നു. വീണ്ടും നമുക്ക് സ്റ്റിയറിംഗ് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്തരത്തിൽ നമുക്ക് നേരെയാക്കി കൊടുക്കാം. നിങ്ങൾ നോക്കുക, ഇത്തരത്തിൽ നേരെയാക്കി കൊടുക്കാം. കണ്ടില്ലേ? വീണ്ടും സ്ട്രെയിറ്റ് റോഡ് വരുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗിൽ കൈകളെടുത്ത് ഇത്തരത്തിൽ വെക്കുക. നിങ്ങൾ നോക്കുക, ഇപ്പോൾ വീണ്ടും സ്ട്രെയിറ്റ് റോഡാണ്. ഇനി ഇവിടെ നമ്മൾ എടുത്ത് തിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലെഫ്റ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരിക, വീണ്ടും നേരെയാക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വണ്ടിക്ക് നമ്മൾ മൂവ് ആക്കിയതിന് ശേഷം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വലത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗിൻ്റെ മേളിൽ ഇത്തരത്തിൽ വെച്ചിട്ട് നമ്മൾ വണ്ടി ലെഫ്റ്റ് സൈഡ് ആണോ എന്ന് കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടിയിട്ട് നമ്മൾ അടുത്തൊരു ഗിയർ കൊടുക്കുന്നു. വീണ്ടും നമ്മുടെ കൈ എടുത്ത് സ്റ്റിയറിംഗ് വെക്കുക. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ ചെറിയൊരു വളവാണ് വരുന്നത്. ഇവിടെ നമുക്ക് വേറെ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. സ്റ്റിയറിംഗിൽ ഇത്തരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കാം. കണ്ടില്ലേ? ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി ഞാനിതേ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഒരുപാട് ബലം കൊടുത്ത് പിടിക്കാൻ പാടില്ല. വെറുതെ നമ്മൾ സ്മൂത്ത് ആയിട്ട് പിടിച്ചാൽ മതി. നോക്കുക, കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. ഇനി നല്ല ടേൺ വരുന്ന അവസരങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. റോഡ് സ്ട്രെയിറ്റ് ആയി എന്ന് തോന്നിയാൽ നിങ്ങളുടെ വലത്തേക്ക് എടുത്ത് സ്റ്റിയറിംഗിന് മേളിൽ ഇത്തരത്തിൽ വെക്കുക, ക്ലച്ച് ചവിട്ടുക. ഞാൻ അടുത്ത 4th ഗിയർ കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും എൻ്റെ കാല് ബ്രേക്ക് വന്നു. 2 കൈകളും ഞാനിതേ സ്റ്റിയറിംഗിൽ ഇത്തരത്തിൽ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നോക്കുക, നമ്മളൊരു പോക്കറ്റ് റോഡിൽ വാഹനവുമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ, തുടക്കത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിയറിംഗ് ഇത്തരത്തിൽ എടുത്തെടുത്ത് തിരിക്കുക. ലെഫ്റ്റിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എടുത്തെടുത്ത് തിരിക്കുക. റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എടുത്തെടുത്ത് തന്നെ തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് റോഡല്ല, പോക്കറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങൾ വരാം. ഇടുങ്ങിയ റോഡും ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് എപ്പോഴും നമ്മൾ തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു. 2nd ഗിയർ കൊടുക്കുകയാണ്. ഇനി നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ 2nd ഗിയറിൽ വാഹനം പോവുകയാണ്. ഇപ്പോൾ ആവറേജ് റോഡ് വലിയ കുഴപ്പമില്ല, സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ പിടിക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു വളവ് വരികയാണ്. അവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് എടുത്ത് തന്നെ തിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഞാൻ കണ്ടില്ലേ, എടുത്തെടുത്താണ് തിരിക്കുന്നത്. കണ്ടില്ലേ? വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യുക. അതായത് ഇത്തരത്തിൽ കൈകൾ പിടിക്കുക, ലെഫ്റ്റിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തിരിക്കുക. ഇനി ആവറേജ് ചെറിയൊരു സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളൊരു ജംഗ്ഷനിൽ നിന്ന് ടേൺ എടുക്കുമ്പോഴോ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുക്കാൻ പോവുകയാണ്. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് എടുത്ത് തന്നെ സ്റ്റിയറിംഗ് തിരിക്കുക. ഈ ഒരു ലെവലിൽ തിരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒന്നും തിരിക്കരുത്. നിങ്ങൾ എടുത്തെടുത്ത് തന്നെ തിരിക്കുക. ഞാൻ കാണിക്കാം. ലെഫ്റ്റിലേക്ക് തിരിയുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കുക. ഞാൻ ലെഫ്റ്റ് ടേൺ എടുക്കാൻ പോവുകയാണ്. ഇത്തരത്തിൽ എടുത്തെടുത്ത് തിരിക്കുക. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ?
ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിയുന്നു. ഇവിടെ തിരിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റിയറിംഗ് ഇത്തരത്തിൽ തന്നെ നേരെയാക്കി കൊടുക്കുക. അപ്പോൾ ജംഗ്ഷൻ എടുക്കുന്ന അവസരങ്ങളിൽ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് സെക്കൻഡ് ഗിയർ ഒന്ന് കൊടുക്കാം. സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി അടുത്തൊരു ഗിയർ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിയറിംഗിൽ കൈകൾ ഇത്തരത്തിൽ പിടിക്കുക, ഗിയർ കൊടുക്കുക, വീണ്ടും നമ്മൾ രണ്ട് കൈകളും സ്റ്റിയറിംഗ് വെക്കുക. ഇപ്പോൾ റോഡ് വീണ്ടും സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധയോടെ ഈ വീഡിയോ ഒന്ന് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമാകുന്നതാണ്. ഓക്കെ, വീണ്ടും ഞാനിത് റൈറ്റിലേക്ക് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ആവറേജ് റോഡ് വീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു രീതിയിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവറേജ് വീതിയുള്ള റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പമാണ്. എന്നാൽ നമ്മൾ ഇത്തരത്തിലുള്ള പോക്കറ്റ് റോഡിലേക്ക് കയറുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് ഇത്തരത്തിൽ ഓരോ സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു ആവറേജ് സ്ട്രെയിറ്റ് റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ മെയിൻ ഒരു ടൗണിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ നമുക്ക് റൈറ്റ് ടേൺ എടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു ജംഗ്ഷൻ വന്നു. ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചാൽ പോരാ, ഇവിടെ നമുക്ക് എടുത്ത് തിരിക്കണം. ഞാൻ റൈറ്റ് ടേൺ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുകയെ ഗിയർ ഡൗൺ ചെയ്തപ്പോൾ ഞാൻ കൈകൾ പിടിച്ച കണ്ടില്ലേ, ഈ ഒരു രീതി പിടിച്ചു. ഓക്കെ, നമ്മളിവിടെ ഒരു ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ലെഫ്റ്റിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ വണ്ടി ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മളിത് റോഡിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കേ, എടുത്തെടുത്താതിരിക്കുന്നത് കണ്ടില്ലേ, എടുത്ത് തിരിക്കുന്നു, വീണ്ടും നമ്മൾ നേരെയാക്കി കൊടുക്കുന്നു. ഇനി ആവറേജ് റോഡ് സ്ട്രെയിറ്റ് ആയി. വീണ്ടും ഞാൻ അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് എൻ്റെ കൈ എടുത്ത് ഇവിടെ വെച്ചു. ഇനി ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും പലർക്കും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യും. പലർക്കും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാറുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൈ എടുത്ത് സ്റ്റിയറിങ്ങിൻ്റെ മേളിൽ ഇത്തരത്തിൽ വെച്ച് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് റോഡിൽ നിങ്ങളുടെ നോട്ടമായിരിക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം വീണ്ടും രണ്ട് കൈകളെടുത്ത് ഇത്തരത്തിൽ സ്റ്റിയറിങ്ങിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഉള്ള വ്യത്യസ്ത റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമാകുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വീണ്ടും ചെയ്തിരുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.